Let's just start off by praying. നമുക്കാദ്യം പ്രാർത്ഥിക്കാം. Lord Jesus, I thank you for this time that you've given us today. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സമയത്തിനായിട്ട് നന്ദി പറയുന്നു. I thank you for all the people that you called to this meeting or through online or whoever is here right now. കർത്താവ്, ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിലൂടെ കാണുന്ന എല്ലാവരെയും ഓർത്ത് ഈ സമയത്ത് പങ്കെടുക്കാൻ പറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. Lord, I submit all of us and realizing that you are in our presence right now, I submit all of us into your hands. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. I pray that whatever we may be speaking about today will that you will speak through me into their hearts, Lord. കർത്താവെ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വചനം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് ആഴമായിട്ട് പതിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. Okay, so today we're going to read from Joshua 1. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നും 1-ാം അധ്യായം. ബൈബിൾ എടുക്ക്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം. 247 Okay, so ജോഷുവ yeah. ഞാൻ എഴുതിയിരിക്കുന്നത് യോശുവ എന്നാണ് എഴുതിയിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം. അതാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. യോശുവ. ഒന്നാം അധ്യായം. To be the leader for the Israeli people. അപ്പൊ യോശുവയെ വിളിക്കുന്നത് അടുത്ത നേതാവ്, ഇസ്രായേൽക്കാരുടെ നേതാവായ മോശ മരിച്ചതിന് ശേഷം അടുത്ത നേതാവാകാൻ വേണ്ടി ദൈവം യോശുവയെ വിളിക്കുന്ന ഭാഗമാണ്. Correct me if I'm wrong in any of this. Okay. So he's calling to be the next leader. And Moses had just died, and this chapter is God speaking to Joshua and giving him the commandments on how to proceed. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത് മോശ മരിച്ചു. ദൈവം മോശയ്ക്ക് പകരം യോശുവയെ വിളിക്കുന്നു. യോശുവ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം ജോഷുവയോട് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. So you need to understand the kind of position Joshua is in, because he is succeeding the leader who did these great miracles through whom God worked to perform great miracles like parting the Red Sea and bringing manna from heaven and everything. So that's the മോശ ഇസ്രായേൽക്കാരുടെ വലിയ നേതാവായിരുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ, അതായത് ചെങ്കടൽ രണ്ടായിട്ട് വിഭജിച്ചു, പിന്നെ ആകാശത്ത് നിന്ന് മഞ്ഞ ഇറക്കി ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്ത്, അതുപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു മോശസ് മരിച്ച് അടുത്ത നേതാവായിട്ട് ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ എന്തുമാത്രം വലിയ ദൗത്യത്തോടെയാണ് ദൈവം ജോഷുവയെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. So obviously Joshua would be a little bit nervous taking up that role. അപ്പൊ ഇത്രയും വലിയൊരു നേതാവ്, മോശയെ പോലെ ഇത്രയും വലിയൊരു നേതാവിന് പകരക്കാരനായിട്ട് വരുമ്പോൾ എന്തുമാത്രം വലിയൊരു ഉത്തരവാദിത്തമാണ് ജോഷുവയുടെ കയ്യിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുക. Okay, so reading from verse 5 to 9. This is God speaking to Joshua. അപ്പൊ നമ്മൾ ഈ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കാൻ പോണത്. ഒരാൾക്ക് വായിക്കാം. 247 പേജ്. നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും So we go verse by verse. Okay. അധ്യായം 5-ാം വാക്യം. So verse 5.
no one shall be able to stand against you all the days of your life. As I was with Moses, so I will be with you. I will not fail you or forsake you. നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിനക്കെതിരെ നിൽക്കുകയില്ല. ഞാൻ മോശയുടെ കൂടെ എന്നതുപോലെ നിന്നോടുകൂടിയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. Be strong and courageous, for you shall put this people in possession of the land that I swore to their ancestors to give them. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് നൽകുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭജിക്കും. Only be strong and very courageous, being careful to act in accordance with the law that my servant Moses commanded you. Do not turn from it to the right hand, to the left, or to the left hand, so that you may be successful wherever you go. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടതോട്ടോ വലതോട്ടോ മാറരുത്. This book of the law shall not depart out of your mouth. You shall meditate on it day and night, so that you may be careful to act in accordance with all that is written in it. For then you shall make your way prosperous, and then you shall be successful. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ വഴികൾ അഭിവൃദ്ധിപ്പെടും, നിനക്ക് ഉന്നത വിജയം ഉണ്ടാകും. I hereby command you, be strong and courageous. Do not be frightened or dismayed, for the Lord your God is with you wherever you go. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? Okay, so for today I will be focusing on the verses from 5 to 9. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് അല്ലെങ്കിൽ സന്ദേശമായിട്ട് തന്നിരിക്കുന്നത് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. This is God encouraging Joshua, and what exactly is he saying? ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് ദൈവം ജോഷുവയെ ധൈര്യപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. എന്താണ് ദൈവം ജോഷുവയോട് പറയുന്നത്? So in verse 5, so no one shall be able to stand against you all the days of your life. അപ്പോൾ നമ്മൾ 5-ാം വാക്യത്തിൽ വായിക്കുന്നത് ജോഷുവയുടെ ജീവിതകാലത്തിൽ ഒരിക്കലും ആർക്കും ജോഷുവയ്ക്ക് എതിര് നിൽക്കാൻ സാധിക്കുകയില്ല. As I was with Moses, so I will be with you. I will not fail you or forsake you. മോശയുടെ കൂടെ എങ്ങനെ ദൈവം ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ദൈവം ജോഷുവയുടെ കൂടെയും ഉണ്ടായിരിക്കും, ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കും എന്ന് ദൈവം ധൈര്യപ്പെടുത്തുന്നു. So God doesn't speak out of turn. He knows what exactly Joshua needed to hear. ദൈവം ജോഷുവയ്ക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു വിഷയം തന്നെയാണ് ദൈവം ജോഷുവയോട് ഇപ്പോൾ പറയുന്നത്. So we can understand that Joshua needed to hear the phrase, I will not fail you nor forsake you. ദൈവം എടുത്ത് പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇത് തന്നെയാണ് ജോഷുവയ്ക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന വാചകങ്ങൾ. No, but does that mean that that they face no conflict afterwards? ഇപ്പൊ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ജോഷുവയ്ക്ക് ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, അങ്ങനെയാണോ ദൈവം ഉദ്ദേശിച്ചത്? No, there definitely was conflicts afterwards. അപ്പൊ നമ്മൾ പിന്നീട് നമ്മൾ വായിക്കുകയാണെങ്കിൽ ജോഷുവയുടെ ജീവിതകാലം മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. Up until they reached the promised land, and even then they had a lot of problems that they had to deal with. അവര് ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്ത് എത്തി അതിനുശേഷവും പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ തിരുവെഴുത്തുകളിൽ വായിക്കുന്നു. Does that mean God was lying in this verse? അപ്പൊ നമ്മൾ വിചാരിക്കും ദൈവം ഇങ്ങനെ പറഞ്ഞ നീ നിന്നെ ഉപേക്ഷിക്കത്തില്ല, കൈവിടരുതെന്ന് ദൈവം കള്ളമാണോ പറഞ്ഞത്? No, God was not lying. God was telling him that I will give you the strength to face those conflicts that you will definitely face. ദൈവം എന്താണ് പറയുന്നത്? നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷെ അത് നേരിടാനുള്ള ശക്തിയും ധൈര്യവും ഞാൻ നിനക്ക് തരാം. അതായത് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല, നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ദൈവം പറയുന്നത്, ദൈവം ഇങ്ങനെയാണ് അർത്ഥമാക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ കൈവിടിയത്തുമില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തുമില്ല. And Joshua had to face whole armies with
his with the Israel nation. He had to face whole armies, and that's what he was going up against. നമ്മൾ നോക്കിയാണ് ജോഷുവ ഒരുപാട് യുദ്ധ സൈന്യങ്ങളെയാണ് നേരിടേണ്ടി വന്നത്. നേരിടുന്ന ആരുടെ കൂടെയാണ്? ഈ അടിമകളായിട്ട് കൊണ്ടുവരുന്ന ഈ ഇസ്രായേൽ ജനത്തെയാണ് ഈ വരുന്ന സൈന്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ജോഷുവ ഉപയോഗിക്കേണ്ടത്. So what God is saying is that I will be with you. Me being the person who is the God of the universe, the God who created everything, I will be with you. So don't be afraid. Keep going. അപ്പൊ ജോഷയുടെ കൂടെ നമ്മൾ നോക്കുമ്പോൾ രാജ്യങ്ങളും യുദ്ധ സൈന്യങ്ങളും മുമ്പിൽ നിൽപ്പുണ്ട്. ജോഷയുടെ കൂടെ നിൽക്കുന്നത് അടിമകളായിട്ട് ഇസ്രായേൽ ഇറങ്ങി വന്ന ആൾക്കാരാണ്. ദൈവം എന്താ പറയുന്നത്? ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ എന്ന് പറയുന്ന ദൈവമാരാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ സകലതും ഉണ്ടാക്കിയ ദൈവമാണ് പറയുന്നത്, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. Just like that, we will face conflicts in our lives. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നവരാണ്. So even if you are the strongest Christian who prays every day, we will face problems. നമ്മളെ നല്ല ക്രിസ്ത്യാനി ആയിരിക്കും, ലോകത്ത് ഏറ്റവും വലിയ ക്രിസ്ത്യാനി ആയിരിക്കും, നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. My friends, when we were younger, we used to wonder about like, why is it right after I got baptized that my problems increased? ഞാൻ ചെറുപ്പത്തിൽ വിചാരിക്കുമായിരുന്നു, ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ തുടങ്ങിയത്. So we will have problems in our life. നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. It may not be the wars that Joshua had to go through. ജോഷുവ കടന്നുപോയ യുദ്ധങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടില്ലായിരിക്കാം. But however small the problem may be, God does not take that lightly. നമുക്ക് എത്ര ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും ദൈവം ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങളെ നിസ്സാരമായിട്ട് കാണുന്നില്ല. Even if you take it lightly, God does not take it lightly. നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ആരെങ്കിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് അത് താരതമ്യേന നിസ്സാരമായിരിക്കും. പക്ഷെ ദൈവത്തിന് എന്റെ പ്രശ്നം വലിയ പ്രശ്നം തന്നെയാണ്. Because we understand in this modern era, it's not like everybody has to go into war or fight huge calamities. ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ പണ്ടത്തെ പോലെ എല്ലാവരും യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല, എല്ലാവരും യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. What we deal with is more internal conflicts and within our relationships and within our community. അപ്പൊ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളല്ല, നമുക്ക് സ്വന്തമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ സ്വന്തക്കാരിടയ്ക്കുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ താമസിക്കുന്ന സമുദായത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. So we know about how much the effect maybe even a single word has on us. ഒരാൾ പറയുന്ന വാക്ക്, മുറിപ്പെടുത്തുന്ന വാക്കായിരിക്കും ചിലപ്പോൾ നമുക്ക് ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. Some people may take that lightly, but God doesn't. അപ്പൊ നമ്മൾക്ക് ചില ആൾക്കാര് നമ്മളെ എന്തെങ്കിലും പറയാൻ നമ്മളത് നിസ്സാരമായിട്ടൊക്കെ തള്ളിക്കളയും. പക്ഷെ എന്നെ മുറിപ്പെടുത്തുന്ന ഒരു വാക്ക് ഒരാൾ പറയുകയാണെങ്കിൽ ദൈവം അത് നിസ്സാരമായിട്ട് എടുക്കുന്നില്ല. Because God sees the pain that it is causing you. Because God sees that even if it is a passing comment, it may not even be a word, it may just be a look from someone, and that may just ruin your whole day. ഒരാൾ നമ്മളെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഒരാൾ നമ്മളെ നോട്ടത്തിൽ തന്നെ നമ്മൾക്ക് നമ്മുടെ ദിവസം മുഴുവൻ ഇല്ലായ്മ ചെയ്യാനുള്ള രീതിയിൽ നമ്മളെ നോക്കിയാൽ തന്നെ നമുക്ക് വിഷമം വരും. അപ്പം പക്ഷെ ആ നോട്ടം കാരണം നമുക്കുണ്ടായ വിഷമം ദൈവം നിസ്സാരമാക്കി കാണുന്നില്ല. So in all of that, God is saying, don't be discouraged by that, because no matter what the world will say or what will make you feel, He will not fail you or forsake you. നമ്മൾക്ക് ഒരാൾ ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഒരാളെ നോക്കി നോട്ടത്തിൽ നമുക്ക് ഒരുപാട് വിഷമം വന്നു. അപ്പൊ ദൈവം പറയുന്ന, നിങ്ങൾ അധൈര്യപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. So in verse 6, it says, be strong and courageous, for you shall put this people in possession of the land that I swore to their ancestors to give them. നമ്മൾ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക, ഞാൻ അവർക്ക് നൽകുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. So what he's saying here is, what God is essentially saying is, don't worry,
what I promised will come to pass. I haven't forgotten about the promise that I made, the promise I made to the ancestors. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. അതായത് ദൈവം പറയുന്നത്, ഞാൻ നിങ്ങൾക്കൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന, കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഞാനത് മറന്നിട്ടില്ല. എത്രയോ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, ഒരുപാട് സൈന്യങ്ങൾ, രാജ്യങ്ങൾ ഇവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നത്. അപ്പം ദൈവം ധൈര്യപ്പെടുത്താൻ പറയണം, നിങ്ങൾ അധൈര്യപ്പെടരുത്, കാരണം ഞാൻ കനാൻ ദേശത്ത് കൊണ്ടുപോകാതെ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടായാലും ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. അതുപോലെ ദൈവം നമ്മൾക്ക് പറയണം, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ദൈവം നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം പൂർത്തീകരിക്കാൻ ദൈവം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. God is saying this because when we pray, we often pray in anticipation. We pray like, will God actually answer this prayer? Will He actually even listen to what I'm saying? We often pray like that. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എൻ്റെ ഈ പ്രാർത്ഥന ദൈവം കേൾക്കുമോ, ദൈവത്തിന് ഈ പ്രാർത്ഥന നടത്തി തരാൻ താല്പര്യമുണ്ടോ, അങ്ങനെ സംശയിച്ചാണ് നമ്മൾ മിക്കവാറും പ്രാർത്ഥിക്കാറുള്ളത്. So verse 7, only be strong and very courageous, being careful to act in accordance with all the law that my servant Moses commanded you. Do not turn from to the right or the left, so you may be successful wherever you go. 7-ാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നത്, എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. So what does it mean to be strong and courageous? He's repeated this verse, be strong and courageous, like 3 times in these few verses. ദൈവം ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്ന് ഞാനിപ്പോൾ 3-ാമത്തെ പ്രാവശ്യമാണ് ഇത് വായിക്കുന്നത്. അതായത് ദൈവം അടുപ്പിച്ച് 3 പ്രാവശ്യം പറയാണ്, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. എന്താണ് ദൈവം പറയുന്നത്? ഉറപ്പും ധൈര്യവും. ഉറപ്പെന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? Strong means to be resilient despite the conflicts that you face. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അത് നേരിടാനുള്ള ആ ചങ്കൂറ്റം നമുക്കുള്ളതിനാണ് അത് ഈ ഉറപ്പെന്ന് പറയുന്നത്. God is not promising that you won't face conflict, but He is saying, be strong, do not let the conflicts weaken you. ദൈവം പറയുന്നത്, നിങ്ങൾ ഒരു സ്ഥലത്ത് ഞാൻ എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു വാഗ്ദാനം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പ്രശ്നമില്ലാതെ ആ വാഗ്ദാനം കിട്ടുമെന്ന് ദൈവം പറയുന്നില്ല. പ്രശ്നങ്ങളുണ്ടാവും ആ വാഗ്ദാനം സഫലീകരിക്കുന്നതിന് മുമ്പ്. പക്ഷെ അത് കിട്ടുന്നത് വരെ നിങ്ങൾ നല്ല ഹൃദയത്തിൽ നല്ല ഉറപ്പായിട്ടിരിക്കാനാണ് ദൈവം പറയുന്നത്. What does courageous mean? Courageous means to daring to believe that God will be there. It's to have courage in the fact. It's not a rational thing to believe in God or to have faith, but then daring you to believe. ദൈവം പറയുന്നത്, നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ധൈര്യം വരണമെന്ന് ഇല്ല. പക്ഷെ ദൈവം പറയുന്നത്, നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കാം, ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും, പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല ദൈവം ഒരിക്കലും ആർക്കും പറഞ്ഞിട്ടില്ല. പ്രശ്നം ഉണ്ടാകും, പക്ഷെ ആ പ്രശ്നം അഭിമുഖീകരിക്കാനുള്ള ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നാണ് ജോഷുവയോട് ദൈവം പറയുന്നത്. So he doesn't want Joshua to be discouraged. He doesn't want to be deprived of courageous. ജോഷുവയ്ക്ക് ധൈര്യമില്ലാത്തവനോ ഉറപ്പില്ലാത്തവനോ ആയിട്ടുള്ള ഒരു ജോഷുവയെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് നല്ല ഉറപ്പ്, നല്ല ചങ്കൂറ്റവും നല്ല ധൈര്യമുള്ള ഒരു യോശുവയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. He wants Joshua to believe, though he faces destruction, that will not destroy him. ദൈവം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ജോഷുവയ്ക്ക് ഇന്ന് മുതൽ യുദ്ധങ്ങൾ ചെയ്യണം, യുദ്ധ സൈന്യങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ ദൈവം പറയുന്നത്, യുദ്ധ സൈന്യങ്ങൾ എതിർ രാജ്യങ്ങളിലെ യുദ്ധ സൈന്യങ്ങൾ മുമ്പിൽ നിൽക്കുന്നെങ്കിലും നിനക്ക് ഉറപ്പ് വേണം, ഞാൻ നിന്നെ അപ്പുറത്ത് കൊണ്ടുപോകും, ഈ സൈന്യങ്ങളെ കടത്തി അപ്പുറം കൊണ്ടുപോകും, നിനക്ക് ധൈര്യം വേണം, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നാണ് ദൈവം ജോഷുവയോട് പറയുന്നത്. And also there's further instruction in 8. This book of the law shall not depart from your mouth. You shall meditate on it day and night, so that you may be careful to act in accordance all that's written. Then you'll be prosperous and successful. 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഈ ന്യായ പ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ വഴികൾ അഭിവൃദ്ധിപ്പെടും, നിനക്ക് ഉന്നത വിജയം ഉണ്ടാകും.
This verse is talking about the importance of following the law. നമ്മൾ ഈ വാക്യത്തിൽ എന്താണ് ദൈവത്തിന്റെ നിയമം അനുസരിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. And also the importance of repetition through meditation and making it a habit and engraving it on your heart. നമ്മൾ ദൈവവചനത്തെ കുറിച്ച് ധ്യാനിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നത് വരെ നമ്മളത് ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ദൈവം ജോഷുവയോട് പറയുന്നത്. So think about the things we are taught as kids. When our parents teach us, when we're little kids, what do? They repeat the same instructions over and over again until we understand. അപ്പൊ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ ഒരു കാര്യം പറയും, അവർ വീണ്ടും വീണ്ടും ആ കാര്യം പിന്നെയും പറയുന്നത് എന്തിനാണ്, നമ്മളത് ഹൃദയത്തിൽ ആഴമായിട്ട് പതിയാനും അത് നമ്മൾ അനുസരിക്കാൻ വേണ്ടി അവർ പലപ്പോഴും അത് ആവർത്തിക്കാറുണ്ട്. That's what meditation is. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. It isn't just repetition. It's about when you pray in the morning, when you get up in the morning, you tell yourself you pray and ask God for wisdom, and you pray the same things that God gave you in the Word and repeat it to yourself. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വായിച്ച വചനം നമ്മൾ വീണ്ടും ധ്യാനിക്കുന്നു. അപ്പൊ നമ്മൾ വീണ്ടും അത് കേൾക്കുന്നതല്ല, നമ്മൾ വീണ്ടും അത് ധ്യാനിക്കണം. ധ്യാനിച്ചിട്ട് നമ്മൾ ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് നമ്മൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് നമ്മളെ ധൈര്യപ്പെടുത്താൻ പോകുന്നതെന്ന് നമ്മൾ ധ്യാനിക്കാറുണ്ട്. So if God is telling you to be strong and courageous, you have to really understand what He's trying to say. You have to think about, where in my life do I need to be strong and courageous right now? അപ്പോൾ ദൈവം പറയുന്നത് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്ന് ദൈവം പറയുമ്പോൾ, ഞാൻ ഉറപ്പും ധൈര്യം ഉള്ളവനായിരിക്കുക എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എവിടെയാണ് ഉറപ്പില്ലാത്തത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എവിടെയാണ് ധൈര്യമില്ലാത്തത്. അപ്പോൾ ഞാൻ അത് ആലോചിക്കുക. അപ്പോൾ ഉറപ്പില്ലാത്ത സ്ഥലത്ത് ഞാൻ ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉറപ്പുള്ളവനാകണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ധൈര്യക്കുറവുള്ളത്, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ധൈര്യം കിട്ടണം. You may have all sorts of problems. You may have problems with financial problems. You may have problems with your spouses or with your children or with other members of your family. You may have problems with house or your work or something. In all of that, you need, whatever you're going through, you know what is most affecting you. നമുക്ക് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും ധൈര്യമില്ലാത്തത്. ചില ആൾക്കാർക്ക് അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഭയങ്കര ആകുലതയായിരിക്കും. ചില ആൾക്കാർക്ക് അവരുടെ ഭാര്യയും ഭർത്താവിനുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള പ്രശ്നങ്ങളായിരിക്കും. ചില ആൾക്കാർക്ക് മക്കളായിരിക്കും പ്രശ്നം, ചില ആൾക്കാർക്ക് വീട്ടുകാരായിരിക്കും, മറ്റു വീട്ടുകാരായിരിക്കും പ്രശ്നം, ചിലർക്ക് ജോലി സാഹചര്യങ്ങളിലായിരിക്കും പ്രശ്നം. ഏത് പ്രശ്നങ്ങളാണോ നമുക്ക് ഉറപ്പും ധൈര്യവും ഇല്ലാത്തത്, ആ മേഖലയിലാണ് ദൈവം നമുക്ക് ഉറപ്പും ധൈര്യവും തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത്. So it's just like even the word says how you should make a habit out of something to make it a lifestyle. So that's what God is saying here. So meditate on this day and night, and then you shall be prosperous and successful. So that's what God is promising. Meditate on His word day and night, so that you may be successful. ദൈവം ഇതിനകത്ത് പറയുന്നത്, ന്യായപ്രമാണ പുസ്തകത്തിൽ ഉള്ളത് എഴുതിയിരിക്കുന്നത് ഒക്കെയും നീ അനുസരിക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിക്കണം. നമ്മൾ കാണിക്കുന്ന തിരുവെഴുത്തുകൾ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ രാത്രിയും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ ധ്യാനിക്കാൻ പറ്റും? നമ്മളത് വായിക്കണം. വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓർമ്മയിൽ കാണും. ആ വചനം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിന്റെ വഴികൾ അഭിവൃദ്ധിപ്പെടും. അതായത് നമ്മൾ അത് വായിക്കുമ്പോഴാണ് ഇപ്പം നമ്മൾ ഇന്ന് വായിച്ചത് എന്താണ്? ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളത് വായിച്ചു, നമ്മളതിനെ ധ്യാനിക്കണം. ആ ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വഴികളെല്ലാം അത് മൂലം അഭിവൃദ്ധിപ്പെടും എന്ന് ദൈവവചനം പറയുന്നു. So try to make a habit out of the things that God is telling you when you go into prayer. Try to make it a habit, and God will make your way prosperous. നമ്മളിത് പറയുന്നത്, നമ്മൾ വചനം വായിച്ചാൽ മാത്രം പോരാ, വചനം ധ്യാനിക്കണം. ധ്യാനിച്ച് നമ്മൾ രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നേരിടാനായിട്ട്, അതായത് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി നമ്മൾ അഭിവൃദ്ധിയിലേക്ക് പോകാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. Verse 9, I hereby command you, be strong and courageous, do not be frightened or dismayed, for the Lord your God is with you wherever you go.
9-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക. ഭയപ്പെടരുത്, പരിഭ്രമിക്കുകയും അരുത്, ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ. So this time he's actually commanding Joshua to be strong and courageous. ഇതിനകത്ത് ഇതിൽ ആദ്യം പറഞ്ഞ് നമ്മൾ നേരത്തെ വായിച്ച എങ്ങനെയാണ്, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ ഇപ്പൊ വായിക്കുന്നിടത്ത് യേശു പറയുന്നത്, ദൈവം പറയുന്നത്, ദൈവം കൽപ്പിക്കുകയാണ്, നീ ധൈര്യമുള്ളവനായിരിക്കണം, നീ ഭയപ്പെടുകയും അരുത്. He commands Joshua because God realizes how important Joshua's role is. ദൈവത്തിന് അറിയാം ജോഷുവ ഇനി ചെയ്യാൻ പോണ വലിയ വലിയ കാര്യങ്ങൾ. ഇപ്പൊ ജോഷുവ സ്ഥാനം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. ചെയ്യാൻ പോണ കാര്യങ്ങൾ എന്താണെന്ന് ദൈവത്തിന് അറിയാം. അപ്പൊ ചെയ്യാൻ പോണ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ദൈവം പറയാണ്, നീ ധൈര്യമുള്ളവനായിരിക്കുക, നീ ഭയപ്പെടരുത്. But God isn't being harsh. God is in fact encouraging Joshua and saying all these things, I think, in a very loving way. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ദൈവം ഭയങ്കര സ്നേഹത്തോടു കൂടെയാണ് പറയുന്നത്, നീ ധൈര്യമുള്ളവനായിരിക്കുക, നീ ഭയപ്പെടരുതെന്ന് ആജ്ഞാപിക്കുകയാണെങ്കിലും ദൈവം വളരെ സ്നേഹത്തോടു കൂടെയാണ് ജോഷുവയോട് പറയുന്നത്, നീ ധൈര്യപ്പെട്ടിരിക്കുക. So he is with you wherever you go. So like Joshua, we all have parts in the plan of God, in God's plan. ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മുടെ ഇരിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ കാണുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി ദൈവം പറയുന്നതാണ് ഈ വചനങ്ങൾ. So we may not realize what our plan, what the part of the plan is that we fit into. ദൈവത്തിന്റെ ഏത് പദ്ധതിക്കകത്താണ് എനിക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത് എനിക്കിപ്പോ ഇതിന് മനസ്സിലായിട്ടില്ല. But be courageous, but dare to believe that God has a plan and move forward. നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം, ദൈവത്തിന്റെ പദ്ധതി ഈ ഭൂമിയിൽ നടപ്പാക്കാൻ എനിക്കും അതിനൊരു ഭാഗമുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. So that's why God is saying, don't be frightened, I will be with you. ദൈവം പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ആരുടെ കൂടെ ഈ വചനം കേൾക്കുന്ന എല്ലാവരോടായിട്ട് പറയുകയാണ്, ഉറപ്പുള്ളവരായിരിക്കുക, ധൈര്യമായിരിക്കുക, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. Now we will definitely face conflicts. Maybe as Christians we'll even face more conflicts. നമ്മുടെ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ക്രിസ്ത്യാനികളായ നമുക്ക് ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. People will say, you have a God, and how come you are in more trouble than the rest of us? ആൾക്കാർ നമ്മളോട് ചോദിക്കും, നീ ക്രിസ്ത്യാനിയായിട്ട് നിനക്ക് ഇങ്ങനെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ചോദിക്കും. Well, we face conflicts, but if we do not have God, there is no other hope in this world. നമുക്ക് എല്ലാവർക്കും പ്രശ്നമുണ്ട്. അപ്പൊ ദൈവം ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രത്യാശ ഉണ്ടായിരിക്കുന്നത്? ദൈവം ഇല്ലാതെ ഈ പ്രശ്നങ്ങളെ നേരിടാൻ നമ്മൾക്ക് എങ്ങനെ ഒരു പ്രത്യാശ ഉള്ളത് മുന്നോട്ട് നീങ്ങാനായിട്ട്? The world has no other hope unless there is a God. ദൈവമല്ലാതെ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യർക്കും ഒരു പ്രത്യാശയില്ല. That's what Paul says to Timothy, I guess, without. ഇതാണ് പൗലോസ് പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്നത്. യേശു അല്ലാതെ നമുക്ക് യാതൊരു ഈ ലോകത്തിന് പ്രത്യാശിക്കാനായിട്ട് ഒന്നുമില്ല. So I think there's an interesting thing here where Jesus is actually named Joshua. His Hebrew name is actually Joshua. നമ്മള് വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇവിടെ ഞാൻ ജോഷുവ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ ഹീബ്രു ഭാഷയിൽ, ഹെബ്രായ ഭാഷയിൽ അത് യോശുവ എന്നാണ്. യേശുവിന്റെ പേരും യോശുവ എന്ന് തന്നെയായിരുന്നു. I mean, I think there's an interesting reason why God chose his name to be Joshua. എന്തുകൊണ്ടായിരിക്കും യോശുവ എന്നുള്ള പേര് തന്നെയാണ്? നമ്മൾ ഇംഗ്ലീഷിൽ ജീസസ് എന്ന് പറഞ്ഞാലും നമ്മൾ മലയാളത്തിൽ യേശു എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മളിപ്പോൾ വായിച്ച പുസ്തകത്തിൽ യോശുവയും യേശുവിന്റെ പേരും രണ്ടും ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും യേശു അതേ പേര് തന്നെ ഉപയോഗിച്ചത്? The Israeli people, the nation of Israel, received the promised land through Joshua. ജോഷുവയാണ് ഈ ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്നും ദൈവം വാഗ്ദാനം ചെയ്ത പുതിയ ദേശത്തേക്ക് കൊണ്ടുപോയത്. Similarly, whatever we receive from God, we receive through Jesus.
ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഇപ്പോൾ അവർക്ക് കിട്ടുന്ന എല്ലാ വാഗ്ദാനങ്ങളും യേശുവിലൂടെയാണ് കിട്ടുന്നത്. Jesus became our Joshua. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്ന യേശു പഴയ നിയമത്തില് യോശുവ ചെയ്തത് എന്താണോ അതാണ് പുതിയ നിയമത്തില് നമ്മൾക്ക് യേശു വഴി കിട്ടുന്നത്. He took us out of the wilderness, which was a land of, which was our own sin. യേശു എന്താണ് നമുക്ക് ചെയ്തത്? ജോഷുവ അന്ന് ചെയ്തത് മരുഭൂമിയിലായിരുന്ന ഇസ്രായേൽക്കാരെ വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുപോയതുപോലെ യേശു പാപത്തിൽ കഴിയുന്ന ഇപ്പോഴത്തെ മനുഷ്യനെ പുതിയ വാഗ്ദാനം ചെയ്ത് യേശുവിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകും. So yes, Jesus became the new Joshua for the world. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഭൂമിയിൽ താമസിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജോഷുവയാണ് യേശു. Jesus is our hope. So whatever you're going through, go through it knowing that Jesus will always be that hope. It's not hopeless. It's not a absent, vacant world. Jesus is the hope. അപ്പൊ നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ ഒരു കാര്യം വിശ്വസിക്കുക, ജോഷുവ എങ്ങനെയാണ് പഴയ നിയമത്തില് അടിമത്തത്തിലും മരുഭൂമിയിലുമായിരുന്ന ജനത്തെ വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുപോയത്, അതുപോലെ യേശു പാപത്തിൽ കഴിയുന്ന ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും പുതിയ വാഗ്ദാനം ചെയ്ത പുതിയ രാജ്യത്തേക്ക് യേശു നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. So whatever you're going through right now, be strong and be courageous, knowing that Jesus is that hope. അപ്പൊ നമുക്ക് എന്ത് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുണ്ടോ, എന്ത് തന്നെ ആയിക്കോട്ടെ, എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, ജോഷുവ അന്നത്തെ ജനത്തെ കൊണ്ടുപോയതുപോലെ യേശു നമ്മളെ ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി പുതിയ ഒരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി യേശു നമുക്ക് എല്ലാ വഴികളും ഒരുക്കി വെച്ചിരിക്കുന്നു. So God does not take whatever problems you have lightly. He loves you and He wants to build you up in ways that you could never imagine. So have faith in that. അപ്പൊ നമുക്ക് ദൈവം എന്താണ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, ആ വാഗ്ദാനം പൂർത്തീകരിക്കാൻ വേണ്ടി യേശു തയ്യാറാണ്. യേശു നമ്മളെ എന്ത് പ്രശ്നത്തിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിലും ആ പ്രശ്നത്തിൽ നിന്നും എടുത്തു മാറ്റി പുതിയ വാഗ്ദാനം ചെയ്ത് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത് ആ പുതിയ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ യേശു തയ്യാറായിട്ട് നിൽക്കുന്നു. യേശു നമ്മളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നമ്മളെ കൊണ്ടുപോകും. ദൈവത്തിന്റെ സ്തുതി. നമുക്ക് ഒരു സാക്ഷ്യം കേൾക്കാം. ഷിജുവിന്